എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം ആസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ. ആസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് കേൾക്കുമ്പോൾ അധികം ആൾക്കാരും വിചാരിക്കുന്നത് ഏതെങ്കിലും ലഹരിയോടുള്ള അഡിക്ഷൻ ആണെന്ന്. നമ്മൾ എല്ലാവരും ഏതെങ്കിലും ഒരു ശീലങ്ങൾക്ക് അടിമയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? നിങ്ങൾ പറയും, അഡിക്ഷൻ ഉള്ള ഒരുപാട് പേരെ ഈ ലോകത്ത് കാണാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ആസക്തി എന്ന് പറയുന്നത് നമ്മൾ ദുശ്ശീലങ്ങളുടെ അടിമയാവണത് മാത്രമല്ല, നമ്മളുടെ അറ്റാച്ച്മെന്റും ആശകളും അല്ലെങ്കിൽ പല പല ബന്ധങ്ങളും ഒരു ആസക്തി തന്നെയാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്കും അറ്റാച്ച്മെന്റ്സ് ഇല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരില്ലാതെ ജീവിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലാണ് ഏതെങ്കിലും ലഹരിക്ക് അടിമയായ ആളുകളും. അവർക്ക് അവരുടെ മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്കും അവർക്കും ഒരു വ്യത്യാസമില്ല. ഒരു കുഞ്ഞിനെ ലാളിക്കാൻ അമ്മയ്ക്കും ഒരു മദ്യപാനിക്കും, പണത്തോട് ആഗ്രഹമുള്ള ഒരു കച്ചവടക്കാരനുക്കും ഉള്ളത് ഒരു ആസക്തി തന്നെയാണ്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് ഇവിടെ വിഷയമേ അല്ല. ആസക്തി എപ്പോഴും തന്നെ ആസക്തി മാത്രമാണ്. ഒരു മദ്യപാനിയെ കാണുമ്പോൾ അല്ലെങ്കിൽ കുടിച്ച് കുടിച്ച് അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് അവർ എത്ര വിഡ്ഢിയാണെന്ന് തോന്നുന്നില്ലേ? ചിലപ്പോൾ നമ്മൾക്ക് അവരോട് വെറുപ്പും അറുപ്പും തോന്നുന്നില്ലേ? പക്ഷെ ശരിക്കും നമുക്ക് വെറുപ്പ് തോന്നേണ്ടത് അവരോടല്ല, പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആസക്തിയോടാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ഒരു ചൊല്ലുണ്ട്, ലവ് ദ സിനർ, ഹേറ്റ് ദ സിൻ. ഇതിന്റെ അർത്ഥം പാപം ചെയ്യുന്ന ആളെ സ്നേഹിക്കുകയും അവരുടെ പാപത്തെ വെറുക്കുകയും ചെയ്യണം എന്നാണ്. പക്ഷേ ഈ ലോകത്തെ എല്ലാവരും പാപം ചെയ്യുന്നയാളെ ആണ് വെറുക്കുന്നത്, പാപത്തെ ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് നമ്മൾക്കൊരു കള്ളനെ കാണുമ്പോൾ ദേഷ്യവും കൊലപാതകയെ കാണുമ്പോൾ വെറുപ്പും ഒരു പീഡകനെ കാണുമ്പോൾ കോപവും എല്ലാം ഉണ്ടാവുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ഒരു വസ്തു കട്ടുകൊണ്ട് പോണ ഒരു കള്ളനോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ? നിങ്ങളുടെ സുഹൃത്തിനെ കൊന്ന ഒരാളോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മകളെ പീഡിപ്പിച്ച ഒരാളോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷേ ഒരു ജ്ഞാനിക്ക് പറ്റും, ഒരു വിവേകിക്ക് പറ്റും. കാരണം അവർക്ക് സത്യം അറിയാം, സത്യം മനസ്സിലാക്കാം. അവര് മനസ്സിലാക്കും അവിടെ പ്രശ്നം അയാളുടെ അല്ല എന്ന്. പ്രശ്നം അയാളുടെ ഉള്ളിലുള്ള ആസക്തിയിലാണെന്ന്. അതുകൊണ്ടാണ് ഒരു ജ്ഞാനിക്ക് ഒരാളോടും ദേഷ്യമോ കോപമോ വെറുപ്പോ ഒന്നുമില്ലാത്തത്. നമ്മൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, ആസക്തി എന്നത് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യങ്ങളുടെയും ഉള്ളിലുണ്ട്. അത് നിങ്ങളായാലും ശരി, ഞാനായാലും ശരി, ഒരു കുട്ടിയായാലും ശരി, ഒരു കൊലപാതകനായാലും ശരി,
ഈ ആസക്തി നമ്മുടെ ജീവിതത്തിന് ആകെ മാറ്റുന്നു. അതുകൊണ്ടാണ് നിഷ്കളങ്കരായ കൊച്ചു കുട്ടികൾ പോലും സ്വന്തം മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നത് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്കും മോശമായ ശീലങ്ങൾ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കാരണം ആസക്തി എന്ന അസുരൻ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അതുകൊണ്ട് ഈ ആസക്തി എന്ന അസുരനെ കീഴടക്കുന്ന ആൾക്ക് മാത്രമേ സമാധാനത്തോടെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ആസക്തിയെ നശിപ്പിക്കാൻ ശ്രമിക്കൂ. ഞാൻ ഇന്ന് പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നന്ദി, നമസ്കാരം.